അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി സ്പെഷ്യൽ ബീഫ് റെസിപ്പിയാണ്. ബീഫ് കൊണ്ടാട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ബീഫ് വേവിക്കാം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വേണ്ടി വെക്കാം. നമുക്ക് ബീഫിന് സ്റ്റോക്ക് ആവശ്യമുണ്ട്. കുറച്ച് വെള്ളം എന്തായാലും നല്ലോണം ഒഴിക്കണം. കുറച്ച് വിനാഗിരി കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, കാരണം ബീഫ് നല്ല രീതിയിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബീഫ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മാഗ്നേഷന് വേണ്ടിയിട്ട് കോൺഫ്ലവർ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുളക് പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ബീഫ് വേവിച്ചതിന് ബീഫ് മാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഇടുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് ബീഫിന് സ്റ്റോക്കും കൂടി വെച്ചിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അതിന് ഒരു പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഉണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതവിടെ ഫ്രൈ ചെയ്തെടുക്കുക. അതെന്നിട്ട് മാറ്റി വെക്കുക. ഇനി മറ്റൊരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഫ്രൈ ചെയ്ത എണ്ണ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഏകദേശം ചൂടായി വന്നു കഴിഞ്ഞാൽ ബീഫും ഞാൻ മാറ്റി വെച്ചത് കണ്ടോ. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഉള്ളിയും തക്കാളി പച്ചമുളകൊക്കെ ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കാം. അതൊന്ന് സോട്ടായി വന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. നല്ല കുഴമ്പ് രൂപത്തിലേക്കായിട്ട് മാറണം. നമ്മൾ ഉള്ളി, തക്കാളി അത് വഴഞ്ഞ് വരുന്നുണ്ട്. ഏകദേശം വഴഞ്ഞ് സെറ്റായിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് മുളക് പൊടിയൊക്കെ എരിവിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി കേട്ടോ. കുരുമുളക് പൊടി, ഇതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യുമ്പോൾ ആഡ് ചെയ്യണം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം ആ ഗ്രേവിയും ബീഫുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അത് മിക്സായി വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ ബീഫിന് സ്റ്റോക്ക് മാറ്റി വെച്ചിട്ടില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. അതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് അത് കുറുകി വരുമ്പോഴാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. അത് കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം.
ഓൾറെഡി വെന്തതാണ്, എന്നാലും നമ്മളെ ഗ്രേവിയും കാര്യങ്ങളെല്ലാം ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നല്ല സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. കാരണം ബീഫ് നമ്മൾ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടതാണ്, അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക നോക്കിയിട്ട്. ഇനി ഇതൊന്നും അവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ലൈക്ക്, ഷെയർ, കമൻറ്റും ഒക്കെ ചെയ്യണം. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും, ബൈ ബൈ.